മോദിയെ അവസാനിപ്പിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം ഇന്ത്യൻ ജനത മാപ്പ് കൊടുക്കില്ല. അത്രയധികം രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് ആ ദൈവതുല്യനായ മനുഷ്യനെ വളരെ മോശമായി ആക്രമിച്ച് മോദി വിരോധം കുത്തിവെച്ച് ഈ ഏകാധിപതികൾക്കെല്ലാം വലിയ ദയനീയ പതനമാണ് കണ്ടത്. പാർട്ടി എതിർത്തവരെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ തന്നെ പാർട്ടിയിൽ നിന്ന് വന്നപ്പോൾ നേരിട്ട ഒരുപാട് ഭീഷണികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു കാലത്ത് തൊഴിലാളി വർഗ സർവാധിപത്യം ആണ് CPM-ന്റെ അടിസ്ഥാന പ്രമാണം. മുതലാളി വർഗത്തെ സർവാധിപത്യത്തിന്റെ പാതയാണ് പിണറായി തെരഞ്ഞെടുപ്പ്. പക്ഷെ തൊഴിലാളിക്ക് അത് മനസ്സിലായില്ല. പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം CPM-ന്റെ താഴേക്കട പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ ഇത് ഏകാധിപതിയായി മാറി. കണ്ണൂരിലെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടത്. ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പി ജയരാജൻ അവിടെ ഒറ്റപ്പെട്ടു. അവിടെ പിണറായിയെ അനുകൂലിക്കാത്ത ഒരു ശബ്ദവും പുറത്തു വരാൻ കഴിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത പിണറായി പാറപ്പുറത്ത് ഇരിക്കുന്ന പാറപ്പുറം മണ്ണ് അവിടെ കോൺഗ്രസിന് മുൻതൂക്കമുള്ള രീതിയിലേക്ക് എത്തി. അതിൻ്റെ പിന്നിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ കണ്ണീരാണ്. നമുക്കറിയാം, ആശാ വർക്കർമാർ സെക്രട്ടേറിയറ്റ് മുമ്പിൽ കിടന്ന അവരുടെ നിലവിളി. ഒരു കാലത്ത് തൊഴിലാളി വർഗത്തിന്റെ ആശ്രയമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊഴിലാളി വർഗത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇടത്തരക്കാരെയും കോർപ്പറേറ്റ് മുതലാളിമാരെയും എല്ലാം തന്നെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നടന്നത്. നമസ്തേ. CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തിയ ശ്രീ എഴുത്താവൂർ ചന്ദ്രനാണ് ഇന്ന് എനിക്കൊപ്പം ചേരുന്നത്. ചേട്ടാ നമസ്തേ. നമസ്തേ. ഈ തിരഞ്ഞെടുപ്പ് ഒരു ഇടതുപക്ഷത്തിന്റെ പതനത്തിന് സാക്ഷ്യം വഹിച്ച തിരഞ്ഞെടുപ്പാണ്. ഒരു പഴയ CPM-കാരൻ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണുന്നത്? ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ അവശേഷിക്കുന്ന ഏക ഒരു തുരുത്താണ് കേരളം. CPM-ന് ബംഗാൾ പോയി, ത്രിപുര പോയി, അവശേഷിക്കുന്നത് ഈ കേരളമായിരുന്നു. അപ്പം അതും പോയി. അത് ഇതുവരെ നിലനിന്നത് ഈ കമ്മ്യൂണിസത്തിൽ നിന്ന് വ്യതിചലിച്ച് പിണറായിസത്തിലൂടെയാണ് നിലനിന്നത്. ഒരു കാലത്ത് തൊഴിലാളി വർഗ സർവാധിപത്യം ആണ് CPM-ന്റെ അടിസ്ഥാന പ്രമാണം. ആ തൊഴിലാളി വർഗ സർവാധിപത്യം ഉപേക്ഷിച്ചുകൊണ്ട് മുതലാളി വർഗത്തെ സർവാധിപത്യത്തിൻ്റെ പാതയാണ് പിണറായി തിരഞ്ഞെടുത്തത്. പക്ഷെ തൊഴിലാളിക്കത് മനസ്സിലായില്ല. ഇവരുടെ ബോധപൂർവമായ PR വർക്കിലൂടെ തൊഴിലാളിയെ അത് മനസ്സിലാക്കാൻ അവസരം കൊടുക്കാതെ തൊഴിലാളികളിൽ ആവേശം വളർത്തിക്കൊണ്ട് 10 വർഷം ഈ ഭരണം കൊണ്ടുപോയി. പക്ഷെ ഇപ്പോൾ കേരളത്തിലെ CPM-നെ സ്നേഹിച്ചിരുന്ന തൊഴിലാളികൾക്കും അവരുടെ ബന്ധുക്കൾക്കും അതുപോലെ തന്നെ സാംസ്കാരിക നായകന്മാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾക്ക് ഈ CPM-ന്റെ കപടത ബോധ്യപ്പെട്ടു. കാരണം 10 വർഷക്കാലം ആദ്യം പിണറായി സർക്കാർ 5 വർഷം ഭരിച്ചു ഒരു കൃത്രിമമായ ഇമേജ് ഉണ്ടാക്കി. ധാരാളം അഴിമതികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും പ്രളയത്തിൻ്റെയും ഓഖിയൊക്കെ മറവിൽ ഒരു കൃത്രിമമായ ഇമേജ് ഉണ്ടാക്കി ഒരു തെരഞ്ഞെടുപ്പ് നേരിട്ടു. ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് പിണറായി കുറേ കൂടെ ഏകാധിപതിയായി മാറി. കാരണം ഇനി എന്നെ വെല്ലാൻ കേരളത്തിൽ ഒരു ശക്തിക്കും സാധിക്കില്ല. CPM-ന്റെ അണികളെല്ലാം എൻ്റെ കൂടെ അടിമകളായി നിന്നുകൊള്ളു. ആ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം കിട്ടിയതോടുകൂടി പിണറായിയുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. പിണറായിയോടൊപ്പം നിന്ന പാർട്ടി സംവിധാനം, അതിൻ്റെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം തന്നെ പിണറായിയുടെ പാതയിൽ പിന്തുടർന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് CPM അണികൾ ഒരുപാട് വേദന അനുഭവിച്ചു. പാർട്ടിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി ജീവൻ കൊടുത്തിട്ടുള്ള, പാർട്ടിയെക്കുറിച്ച് വായിക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത നിസ്സഹായാവസ്ഥയിലായി. കാരണം ഒരു വശത്ത് പിണറായിയുടെ കയ്യിൽ അധികാരം, പോലീസ്, മറുവശത്ത് പാർട്ടി ഒറ്റക്കെട്ടായി പാർട്ടി സംഘടനാ സംവിധാനം പിണറായിയുടെ കയ്യിൽ. പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ധൈര്യം CPM-ന്റെ താഴേക്കട പ്രവർത്തകർക്ക് നഷ്ടപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ അദ്ദേഹം ഏകാധിപതിയായി മാറി.
അത് നിശബ്ദമായ ഒരു വിപ്ലവമായി മാറി. കാരണം ഒരു ആളെ തോൽപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല എന്ന ഒരു ബോധ്യത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളെത്തി. അതിൻ്റെ പ്രതിഫലനമാണ് ഈ തെരഞ്ഞെടുപ്പിലുണ്ടായത്. നമുക്കറിയാം, ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരുപാട് പൊട്ടിത്തെറികൾ ഇടതുപക്ഷത്ത് നടന്നിരുന്നു. ഇപ്പോൾ അവസാനം ജി സുധാകരൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയതടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നു. അതെല്ലാം ഇപ്പോൾ ജി സുധാകരനാണെങ്കിലും ഐഷ പോറ്റി വലിയ രീതിയിലുള്ള മത്സരമാണ് കൊല്ലത്ത് കാഴ്ചവെച്ചത്. നിസ്സാര വോട്ടുകൾക്കാണ് അവർക്ക് തോറ്റുപോകുകയാണ് സാഹചര്യം. പക്ഷേ ജി സുധാകരൻ ജയിക്കുകയാണ് ചെയ്തത് അമ്പലപ്പുഴയിൽ നിന്ന്. പാർട്ടി എതിർത്തവരെ എല്ലാം നശിപ്പിക്കുന്ന ഒരു സ്വഭാവമാണ് ഇടതുപക്ഷത്തിനുള്ളത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ചേട്ടൻ തന്നെ പാർട്ടിയിൽ നിന്ന് വന്നപ്പോൾ നേരിട്ട ഒരുപാട് ഭീഷണികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ പക്ഷേ ഇത്തവണ പാർട്ടിക്ക് തെറ്റി, ജനങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്നുള്ളത് കൂടിയല്ലേ? ഒരു കാര്യമുള്ളത്, ഈ പിണറായിയുടെ കയ്യിൽ അധികാരം വന്നതോടുകൂടി LDF തന്നെ ദുർബലമാക്കാൻ ശ്രമിച്ചു. RSP എന്നൊരു പാർട്ടി തന്നെ അപ്രസക്തമായി LDFിനോടൊപ്പം നിന്നപ്പോൾ. CPIയുടെ അവസ്ഥ ദയനീയമായി. പിണറായിക്കെതിരായ ഒരു പ്രതിപക്ഷ ശബ്ദമായിരുന്നു CPI. പക്ഷെ അവസാനം CPIയും അതിൻ്റെ നേതാക്കന്മാരിൽ ചിലർ ദൗർബല്യ നിമിത്തം CPIയും ദുർബലമായി. അത് കഴിഞ്ഞ് CPMനകത്ത് ഒരു കാലത്തും ഉണ്ടാകാത്ത രീതിയിലുള്ള എതിർപ്പ് രൂപപ്പെട്ടു. മുൻകാലങ്ങൾ ഗൗരിയമ്മ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്, MV രാഘവൻ പോയിട്ടുണ്ട്. അവരെല്ലാം വലിയ വെല്ലുവിളി ഉയർത്തിയപ്പോഴും CPM അതിനെ അതിജീവിച്ചു. പക്ഷെ അന്നൊന്നും ഗൗരിയമ്മയും രാഘവനും ഒക്കെ പോയപ്പോൾ ഇതുപോലെ പിണറായി വിജയന് CPMന് പ്രഹരം കൊടുക്കാൻ അവർ കഴിഞ്ഞില്ല. അവർ കുറേ ഒച്ചപ്പാടുണ്ടാക്കി. പക്ഷേ ഇത് നിശബ്ദമായ അടിയൊഴുക്കായിരുന്നു. CPMന് രൂപപ്പെട്ടു വരുന്ന കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എടുത്ത് പരിശോധിച്ചാൽ ഒരുപാട് നല്ല സഖാക്കൾ CPM നഷ്ടപ്പെട്ടു. കമ്മ്യൂണിസ്റ്റായി ജീവിക്കണമെന്ന് മരണം വരെ കമ്മ്യൂണിസ്റ്റായി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ഞാനുൾപ്പെടെയുള്ള ആളുകൾ, അതിനകത്ത് നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടായി. അതിൻ്റെ ഭാഗമാണ് ഇന്ന് കേരളത്തിൽ ഉത്തമനായ ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയാൻ, നിസ്വാർത്ഥമായ ജീവിതം, നിഷ്കളങ്കമായ പ്രവർത്തന ശൈലി, ഒരു വലിയ വായനയും പഠനവുമുള്ള ഒരു വലിയ നേതാവാണ് ജി സുധാകരൻ. ജി സുധാകരനൊക്കെ അനുവദിച്ച മാനസികമായ പീഡനം ആലപ്പുഴയിൽ ആ ജി സുധാകരനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള ടീം, പിണറായിയുടെ ഈ ആ ടീം വർക്ക് ചെയ്തു. അത് സാധാരണ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അപജയം ഉണ്ടാകുമ്പോൾ ഒരു പ്രതിരോധ നിരയായിരുന്നു കണ്ണൂർ. കണ്ണൂരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ട. കേരളത്തിലെ മറ്റ് ജില്ലകളിലെ പാർട്ടിയെ മാതൃക കാണിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പാർട്ടിയാണ് കണ്ണൂർ. ആ കണ്ണൂരിലെ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വന്നു. ഏറ്റവും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന പി ജയരാജൻ അവിടെ ഒറ്റപ്പെട്ടു. അവിടെ പിണറായിയെ അനുകൂലിക്കാത്ത ഒരു ശബ്ദവും പുറത്തു വരാൻ കഴിയില്ല. കാരണം എല്ലാം, പക്ഷെ അവിടെ വലിയൊരു ലാവ രൂപപ്പെട്ടതുപോലെ, ഒരു അഗ്നിപർവ്വതം പൊട്ടുന്നതിന് വേണ്ടിയുള്ള ലാവ രൂപപ്പെട്ടതുപോലെ കൂത്തുപറമ്പ്, പയ്യന്നൂർ, ഏറ്റവും പ്രധാനമായി രക്തസാക്ഷികളുടെ മണ്ഡലം പയ്യാമ്പലം, കയ്യൂര്, കരിവള്ളൂർ, കാവുമ്പായി, ഇങ്ങനെ CPMൻ്റെ എല്ലാ വൈകാരിക തലങ്ങളും CPMനെ CPM ആക്കിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കേരളത്തിൽ ആവേശമാക്കി കൊടുത്ത എല്ലാ സമരഭൂമികളും അവിടെയുള്ള പാർട്ടി സ്നേഹിക്കുന്ന അണികളുമെല്ലാം തന്നെ ഈ പിണറായി ഭരണത്തിൻ്റെയും MV ഗോവിന്ദൻ എന്ന പാർട്ടി സെക്രട്ടറിക്കുമെതിരായി ചിന്തിച്ചു തുടങ്ങി. അത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇരുട്ടടിയാണ് കൊടുത്തത്. ഏതെങ്കിലും ഒരു പ്രകടനപരമായോ ഏതെങ്കിലും തരത്തിൽ സംഘടിതമായോ നിന്നിരുന്നെങ്കിൽ ഇവർ നേരിടുമായിരുന്നു. പക്ഷെ ഇവർക്ക് നേരിടാൻ കഴിയില്ല, ഒരു ഇരുട്ടടിയായിരുന്നു. അത് മനസ്സിലാക്കാൻ CPMന് കഴിയാതെ പോയി. ഏറ്റവും ഒരു സംഘടന CPMനകത്ത് ഒരു പ്രത്യേകത, പാർട്ടിക്കെതിരായ ഒരു ജനവികാരമോ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങളോ രൂപപ്പെട്ടു വന്നാൽ മനസ്സിലാക്കാനുള്ള ദീർഘദൃഷ്ടി CPMനുണ്ടായിരുന്നു. പക്ഷേ MV ഗോവിന്ദൻ്റെ മൂക്കിന് താഴെ, പിണറായി വിജയൻ്റെ മണ്ഡലത്തിൽ, പിണറായി വിജയൻ്റെ പഞ്ചായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് രൂപം കൊടുത്ത പിണറായി പാറപ്പുറത്ത് ഇരിക്കുന്ന പാറപ്പുറം മണ്ണ് അവിടെ കോൺഗ്രസ്സിന് മുൻതൂക്കമുള്ള രീതിയിലേക്ക് എത്തി. അതിൻ്റെ പിന്നിൽ യഥാർത്ഥത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളുടെ കണ്ണീരാണ്, പാർട്ടിയെ സ്നേഹിക്കുന്ന ആളുകളുടെ കണ്ണീരാണ്, തൊഴിലാളി വർഗത്തിൻ്റെ കണ്ണീരാണ്. നമുക്കറിയാം, ആശാ വർക്കർമാർ
നീന്ന് സെക്രട്ടേറിയറ്റ് മുമ്പിൽ കിടന്ന അവരുടെ നിലവിളി നെഞ്ചുപൊട്ടി അവർ നിലവിളിച്ചു. നഴ്സുമാർ, അങ്ങനെ സംഘടിത തൊഴിലാളി വിഭാഗങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഒരു വിപ്ലവ പ്രസ്ഥാനങ്ങളില്ലാതെ പോയി. അതെല്ലാം സ്വതന്ത്ര ശക്തികളാണ് വന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാലത്ത് തൊഴിലാളി വർഗത്തിൻ്റെ ആശ്രയമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി, വിശിഷ്യ CPM, അതിൻ്റെ നേതാവ് പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടി തൊഴിലാളി വർഗത്തെ കൈയൊഴിഞ്ഞുകൊണ്ട് ഇടത്തരക്കാരെയും കോർപ്പറേറ്റ് മുതലാളിമാരെയും എല്ലാം തന്നെ പ്രീണിപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള ഭരണമാണ് നടന്നത്. അവരുടെ താല്പര്യങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയാതെ വന്നു. അവരുടെ താല്പര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. പക്ഷേ 10 രൂപ ദിവസം അധികം വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതേ പിണറായി വിജയൻ വക്കീലന്മാർക്ക് ശമ്പളം കൂട്ടി, PSC മെമ്പർമാർക്ക് ശമ്പളം കൂട്ടി, ദൂർത്തിൻ്റെ ദൂർത്തായിരുന്നു. എല്ലാം പ്രചരണ ഉപാധി കൊണ്ട് നേരിടാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് 100 കണക്കിന് കോടി രൂപ പിണറായി വിജയൻ്റെ ഇമേജ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി PR വർക്കിന് വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്. അതിന് അനുസൃതമായ മന്ത്രിസഭ, ആ മന്ത്രിസഭയിൽ പിണറായി വിജയൻ്റെ ഒരു ചോദ്യം ചോദിക്കാനുള്ള ശക്തിയുള്ള ഒരാൾ പോലുമില്ല. വളരെ ബോധപൂർവം കഴിഞ്ഞ ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ പാർട്ടിക്കകത്ത് ചോദ്യം ചെയ്യാൻ കഴിയുന്ന ആളുകളെ ചോദ്യങ്ങളില്ലാതാക്കി, നിശബ്ദരാക്കി. 2 പ്രാവശ്യം ആയവർ മാറി നിൽക്കണമെന്ന പേര് പറഞ്ഞ് സീനിയറായ അനുഭവ സമ്പത്തുള്ള കഴിവുള്ളവരെല്ലാം മാറ്റി നിർത്തി. തുടർന്ന് ഇപ്പോൾ 2 പ്രാവശ്യമുള്ളവർക്ക് നിൽക്കാമെന്ന് പറഞ്ഞു. എന്തിനെന്ന് പറഞ്ഞാൽ ആദ്യം മാറ്റി നിർത്തവർ ഒരിക്കലും ഇനി വരരുത്. മാറ്റി നിർത്തൽ ചില്ലറയല്ല. സുധാകരൻ, നമ്മുടെ തോമസ് ഐസക്ക്, ഇങ്ങനെ ഒരുപാട്. ശൈലജ ടീച്ചർ എന്ന് പറയുന്ന ജനകീയ നേതാവിനെ പേരാവൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് കൊണ്ട് ബലി കൊടുത്തു. മട്ടന്നൂരിൽ 60,000 വോട്ടിന് ജയിച്ച ശൈലജ ടീച്ചറ് സുരക്ഷിതമായൊരു മണ്ഡലം കൊടുത്ത് വിജയിപ്പിച്ച് ഈ മെയിൻ സ്ട്രീമിൽ കൊണ്ടുവരുന്നതിന് പകരം KPCC പ്രസിഡൻറ്റിൻ്റെ വിശിഷ്യ കഴിഞ്ഞ കുറേ കാലങ്ങളായി UDFന് അടിത്തറയുള്ള മണ്ഡലത്തിൽ കൊണ്ട് നിർത്തി അവരെ തോൽപ്പിച്ചു. ഷംസീർ എന്ന് പറയുന്ന സ്പീക്കറെ തലശ്ശേരിയിൽ മാറ്റി നിർത്തി. അപ്പോൾ ഇങ്ങനെ ഇത് സംഭവിക്കുമ്പോൾ ഒരു കാര്യം ശില്പ ശ്രദ്ധിക്കേണ്ടത്, CPMൻ്റെ ജനകീയ മുഖങ്ങളുള്ള മണ്ഡലങ്ങളിൽ അവർ നല്ല ഭൂരിപക്ഷം ജയിച്ചു. ഉദാഹരണം ചേലക്കര, അവിടെ 10-20,000 വോട്ടിന് ജയിച്ചു. നല്ല ബഹുജന സ്വാധീനമുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന നേതാക്കൾ. പേരാമ്പ്രയിൽ എന്താ സംഭവിച്ചത്? പേരാമ്പ്രയിൽ സംഭവിച്ചത് ഇതാണ്. TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ആള് പാർട്ടി കൺവീനറാണ്. കോഴിക്കോട് ജില്ലയിലെ ഒരു സാമാന്യം ഭേദപ്പെട്ട നേതാവായിരുന്നു. പക്ഷെ എന്താ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ പിണറായിയുടെ ഭാഗമാണ്. പിണറായിയുടെ അവദാനങ്ങൾ വാഴ്ത്തുന്ന ഒരാളായി മാറി. ഒരു തിരുത്തൽ ശക്തിയായി TP രാമകൃഷ്ണൻ പ്രവർത്തിച്ചില്ല. കോടിയേരി ബാലകൃഷ്ണൻ പലപ്പോഴും തിരുത്തൽ ശക്തിയായി സൗമ്യ മനസ്സുകൊണ്ടാണെങ്കിലും പാർട്ടിയെ തിരുത്താൻ ബോധപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ TP രാമകൃഷ്ണൻ ശ്രമിച്ചില്ല. അതിൻ്റെ ഫലമായി അദ്ദേഹത്തിന് നല്ല പേര് കൊടുത്തു. റിയാസം കൊണ്ട് ജയിച്ചോ എന്ന് ചോദിച്ചാൽ അൻവർ സ്ഥാനാർത്ഥി ആയതുകൊണ്ടാണ്. അവിടെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഈ റിയാസ് ഇപ്പോൾ തോക്കുമായിരുന്നു. ധർമ്മടം മണ്ഡലത്തിനകത്ത് UDF നേതൃത്വം മൊത്തത്തിൽ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നല്ല വിജയം കയറുന്നു. ആ സ്ഥാനാർത്ഥി പറയാണ്, അയാൾ നിലവിളിച്ചു, എൻ്റെ UDF നേതാക്കന്മാർ ആരെങ്കിലും ഈ മണ്ഡലത്തിലൊന്ന് വരണം. ആരും വന്നില്ല. ഒത്തുകളിയാണെന്ന് പറയുന്നത് അല്ല, ആയിരിക്കൂടാന്നില്ല. ഉദാഹരണം ചെങ്ങന്നൂര് സജി ചെറിയാൻ ആ മണ്ഡലം സുരക്ഷിതാക്കുന്നതിന് സജി ചെറിയാൻ കുറേ പണി ചെയ്തിട്ടുണ്ട്. ആരൊക്കെ സ്ഥാനാർത്ഥി ആവണമെന്ന് വരെ സജീച്ചാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, വളരെ കണ്ണിങ് ആയിരുന്നു. PR ഏജൻസികൾ കൊണ്ടും അതുപോലെ മറ്റ് സംവിധാനങ്ങൾ കൊണ്ടും ഒരിക്കൽ കൂടെ കേരള ജനതയെ പറ്റിക്കാമെന്ന് പിണറായി കരുതി. പിണറായിയുടെ സർക്കാരിൻ്റെ ഉപദേശകവൃന്ദരായ ആളുടെ ഏറ്റവും പ്രധാനമായ ബ്രിട്ടാസ് തുടങ്ങിയ ആളുകൾ ഈ പിണറായിക്ക് വേണ്ടി PR വർക്ക് ചെയ്യായിരുന്നു. അതിൻ്റെ ഫലമാണ് ഇതെല്ലാം മാറ്റി നിർത്തലും ഈ കണ്ടതെല്ലാം നടന്നത്. അതുമാത്രമല്ല, അഴിമതി ജനങ്ങൾക്ക് മനസ്സിലായില്ലായിരുന്നു. ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറഞ്ഞൊരു മഹത്തര സ്ഥാപനം എന്നാണ് ജനിച്ചത്. കോടിക്കണക്കിന് രൂപയുടെ, ലക്ഷം കോടിയോളം രൂപ വർക്കുകളെല്ലാം കൊണ്ടുപോയി. ആ പണം കൊണ്ടുപോയത് വളരെ ബോധപൂർവമായിരുന്നു. ഇതൊന്നും ഊരാളുങ്കൽ സൊസൈറ്റി ചെയ്യുന്നതല്ല. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ പേരിൽ വർക്കുകൾ എടുത്തിട്ട് വേറെ സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. കോടിക്കണക്കിന് രൂപ നമ്മുടെ സംസ്ഥാന ഖജനാവിലെ പണം അങ്ങോട്ട് പോയി. അതുപോലെ
എല്ലാ മേഖലയിലും നമ്മളറിയാവുന്ന അഴിമതി. മദ്യം ആരും ശ്രദ്ധിച്ചില്ല, മദ്യഷാപ്പുകൾ കൊടുത്തു അധികമായി. രാത്രി മദ്യനിരോധനം നടപ്പാക്കുമെന്ന് പറഞ്ഞ ആളുകൾ അവസാനം പാതിരാത്രി 1 മണിവരെ ഷാപ്പ് തുറന്നു വെച്ച് കൊടുക്കാനും ബാർ ലൈസൻസ് 1400 ബാർ, ഇതൊക്കെ കോടികളുടെ അഴിമതിയാണ്. ഈ അഴിമതി ഒരു ഭാഗത്ത്, ഏകാധിപത്യം മറുഭാഗത്ത്, തൊഴിലാളി വർഗത്തെ കൈയൊഴിഞ്ഞത് ഒരു ഭാഗത്ത്, ഇങ്ങനെ എല്ലാ ഇതും കൂടെ ഈ CPM-നെ ബാധിച്ചു. മറ്റൊരു ബദലില്ലാതെ വന്നു. അപ്പോൾ അവർ നോക്കിയ UDF ഉള്ളൂ. BJP-ക്ക് ഇവിടെ പരക്ക സ്വാധീനമായില്ല. അപ്പോൾ സ്വാഭാവികമായി UDF-ന് പിണറായിയോടുള്ള അമർഷമാണ് ഈ UDF-നോടുള്ള അനുകൂലമായി മാറിയത്. അത് UDF-ന് അവസരമായി. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയാറുണ്ട്, സംസ്ഥാന സെക്രട്ടറിക്ക് ആണ് പാർട്ടിയിൽ ഏറ്റവും വലിയ ചുമതല അല്ലെങ്കിൽ ഏറ്റവും വലിയ സ്ഥാനം എന്ന് പറയുന്നത്. വെച്ചാൽ ഒരു വിധത്തിൽ പറയുമ്പോൾ മുഖ്യമന്ത്രിയേക്കാൾ പവർ ഉണ്ടാകണം സംസ്ഥാന സെക്രട്ടറിക്ക് എന്നുള്ളതാണ്. പക്ഷേ പിണറായി വിജയൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിൽ അതങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് ഇപ്പൊ MV ഗോവിന്ദൻ എന്ന് പറയുമ്പോൾ ഗോവിന്ദൻ മാഷക്ക് എന്ത് ഉത്തരവാദിത്തമാണുള്ളത്, അല്ലെങ്കിൽ എന്താ പറയാ, ഏത് തരത്തിലാണ് ഗോവിന്ദൻ മാഷ് എപ്പോഴെങ്കിലും പാർട്ടിയിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ മുന്നിട്ട് നിന്നിട്ടുള്ളത്? ചോദിച്ച പ്രസക്തമായ കാര്യമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞതിൻ്റെ സംഘടന ഇതനുസരിച്ച് പാർട്ടി സെക്രട്ടറിക്കാണ് അധികാരം, അത് കഴിഞ്ഞാൽ പാർട്ടി കമ്മിറ്റിക്കാണ് അധികാരം. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായി പിണറായി മുഖ്യമന്ത്രിയാകുന്നത് വരെ VS മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ പാർട്ടി അധികാരം വെച്ച് അദ്ദേഹത്തെ വരിഞ്ഞു മുറുകെ കളഞ്ഞു. അദ്ദേഹത്തിന് ആഭ്യന്തര വകുപ്പ് കൊടുത്തില്ല എന്ന് മാത്രമല്ല, എല്ലാം മന്ത്രിമാരും ഫയലുകളുമായി AKG സെൻറ്ററിൽ ചെന്ന് അവിടുന്ന് പറയുന്ന തിട്ടുകൾ നടപ്പാക്കണം. ഒരു ജനകീയമായി ആകർഷിക്കുന്ന പദ്ധതികളിൽ രൂപം കൊടുക്കാൻ അനുവദിച്ചില്ല. എല്ലാം പാർട്ടിയുടെ നിയന്ത്രണത്തിലായി. പക്ഷേ നേരെ മറിച്ച് പിണറായി മുഖ്യമന്ത്രിയായപ്പോൾ പാർട്ടിയും ഭരണവും ഒരു തട്ടിലായി. കാരണം പിണറായിയെ ചോദ്യം ചെയ്യാനുള്ള ശക്തിയില്ലാത്ത പാർട്ടി സെക്രട്ടറി, പിണറായിയുടെ ഔദാര്യം കൊണ്ട് സെക്രട്ടറി ആകുന്ന ഗോവിന്ദൻ മാഷ്, സ്വാഭാവികമായും പിണറായി പറയുന്നിടത്ത് ഏറാൻ മൂളുന്ന ഒരു സെക്രട്ടറിയായി മാറി. അതുമാത്രമല്ല, ഗോവിന്ദൻ മാഷ് പറയുന്നത് കേരളത്തിലെ പാർട്ടിക്കാർക്കും മനസ്സിലായില്ല, ജനങ്ങൾക്കും മനസ്സിലായില്ല. വളരെ വലിയ താത്വികാചാര്യനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം, അവതരണ രീതി എല്ലാ വിഷയങ്ങളെയും മാർക്സിയൻ ലെനിനിസത്തിൽ അനലൈസ് ചെയ്യും. പക്ഷേ മാർക്സിയൻ ലെനിനിസവും മനസ്സിലാവില്ല, വിഷയവും മനസ്സിലാവില്ല. അങ്ങനെ ജനങ്ങളെ അദ്ദേഹത്തിൻ്റെ തപ്പായിരുന്നു. അതിൽ വളരെ രസകരമായ ക്ലോസിപ്പുകൾ നമ്മൾ വരുന്നതല്ലാതെ അദ്ദേഹം കഴിഞ്ഞില്ല. അപ്പോൾ അത് ഈ പാർട്ടി സെക്രട്ടറിയും പാർട്ടി മുഖ്യമന്ത്രിയും കൂടെ ഒരു മുഖ്യമന്ത്രിയുടെ കീഴ് ജോലിക്കാരനായി പാർട്ടി സെക്രട്ടറി അത് ഭരിച്ചു. അതിൻ്റെ ഫലമായി പാർട്ടി ജില്ലാ കമ്മിറ്റികളും അവരുടെ വഴിക്ക് പോയി. അപ്പോൾ പാർട്ടി സെക്രട്ടറി എന്നുള്ളക്ക് പാർട്ടിയെ നിയന്ത്രിക്കാനോ പാർട്ടിയെ ഈ ഭരണവും പാർട്ടിയും വ്യത്യസ്തമായി നിർത്തിക്കൊണ്ടുപോകാനോ കഴിഞ്ഞില്ല. അപ്പോൾ പാർട്ടി അതിൻ്റെ ഫലമായി പാർട്ടി ദുർബലമായി. വ്യാപകമായി പാർട്ടിയിൽ അഴിമതി കടന്നുകൂടി. ലോക്കൽ സെക്രട്ടറിമാരും മുകളിലോട്ടെല്ലാം ഒരു അന്വേഷണം നടത്തിയാൽ വലിയ കോടീശ്വരന്മാരായി. സാധാരണ ഒരു ലോക്കൽ സെക്രട്ടറിയെ സംബന്ധിച്ചൊക്കെ ഭരണം ഉണ്ടായിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ കഷ്ടപ്പെടില്ലായിരിക്കും. പക്ഷേ ഇപ്പോൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയവരൊക്കെ രാജാവിനെ പോലെയാണ് കഴിഞ്ഞത്. രാജാക്കന്മാരായി, ജനങ്ങളുടെ യജമാനന്മാരായി. അങ്ങനെ ജനങ്ങളുടെ യജമാനന്മാരായി മാറിയ പാർട്ടി നേതാക്കന്മാർ. ബംഗാളിൽ സംഭവിച്ചതാണ്. പാർട്ടി നേതാവ് നോട്ട് കെട്ട് അടുക്കി അതിൻ്റെ പുറത്ത് കിടന്നുറങ്ങിയ അവസരം ഉണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കന്മാർക്ക് പാവപ്പെട്ട തൊഴിലാളികൾ തുണി ഇസ്തിരി ഇട്ട് കൊടുക്കേണ്ട അവസ്ഥ ഉണ്ടായിരുന്നു. ആ ബംഗാളിൽ വന്ന അതിന് സമാനമായൊരവസ്ഥയിലേക്ക് ഈ കേരളവും പാർട്ടി എത്തി. കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് CPIM-ന് ഇന്ന് ഒരു ശത്രു എന്ന് പറയുന്നത് തൊഴിലാളി വർഗമാണ്. പക്ഷെ തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണെന്ന്, തൊഴിലാളി വർഗത്തിൻ്റെ പാർട്ടിയാണ്. തൊഴിലാളി വർഗത്തിനെ കൊണ്ടുകൊണ്ട് യാതൊരു കാര്യമില്ല എന്ന് പിണറായി വിജയൻ മനസ്സിലായി. അവരാണ് ഏറ്റവും വലിയ ശക്തി എന്ന് മനസ്സിലായി. തൊഴിലാളി വർഗമാണ് യഥാർത്ഥ ശക്തി എന്ന് ഇപ്പോൾ മനസ്സിലായി. പക്ഷേ മനസ്സിലാവാതിരുന്നത് തൊഴിലാളി വർഗത്തെക്കാൾ കൂടുതൽ പിണറായി വിജയനെ ചേർത്ത് പിടിച്ചത് മുതലാളി വർഗമാണ്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. കേരളത്തിലെ എണ്ണപ്പെട്ട കോർപ്പറേറ്റ് മുതലാളിമാരെല്ലാം തന്നെ ഈ LDF ഗവൺമെൻറ്റിൻ്റെ വളരെ നല്ല മാനസപുത്രന്മാരായിരുന്നു. അതുകൊണ്ടാണ് ഈ ഉഡായി പദ്ധതികൾ, ലോകസഭ,
ലോക കേരള സഭ ഇതൊക്കെ തട്ടിക്കൊണ്ടും കബളിപ്പിച്ചില്ലേ? പി രാജീവ് നല്ല ഭംഗിയ ഭാഷയിൽ പറഞ്ഞൊപ്പിച്ചില്ലേ? ലക്ഷങ്ങൾ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങി. എന്താണ് തുടങ്ങിയത്? ഒരു കപ്പലണ്ടി കച്ചവടം പോലും പലർക്കും തുടങ്ങിയില്ല, പക്ഷേ കൊട്ടിഘോഷിച്ചു വ്യവസായം വളർന്നു വന്ന്. ഇങ്ങനെ ഭയങ്കരമായ PR വർക്കിലൂടെ കൃത്രിമമായ പ്രചരണമായിരുന്നു. സത്യവുമായി ബന്ധപ്പെടുമ്പോൾ ഒരു ഭാഗത്ത് വിലക്കയറ്റം, മറുഭാഗത്ത് എല്ലാ സർക്കാരിൻ്റെ സേവനങ്ങൾക്കും നികുതി, എല്ലാം കൊണ്ട് ജനം ശ്വാസം മുട്ടായിരുന്നു. ജനങ്ങൾക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൽ നിന്നും ലഭിക്കേണ്ട സുരക്ഷിതം അവർ പിന്നെ ഒരു എച്ചിലിടും പോലെ 1600 രൂപ പെൻഷൻ, അത് തന്നെ ഒരു വേറൊരു തട്ടിപ്പുണ്ടായാൽ ഏകദേശം 16 ലക്ഷത്തോളം ആളുകളെ 2 പെൻഷൻ വാങ്ങുന്നതിൻ്റെ പേരിൽ ഒഴിവാക്കി. മസ്റ്ററിങ്ങിൻ്റെ പുറവിൽ 5 ലക്ഷത്തോളം ആളെ ഒഴിവാക്കി. അപ്പം ആൾ മൊത്തം കൊടുത്തുകൊണ്ടിരുന്ന എണ്ണം കുറഞ്ഞു. എന്നിട്ട് ആ 1 ലക്ഷത്തി 1600 രൂപ കൊടുത്തു വന്നിട്ട് കൊട്ടിഘോഷിച്ചു. എന്തെല്ലാം കൃത്രിമമായ. അവസാനം 1000 രൂപ സ്ത്രീകൾക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. ഒരു ഇലക്ഷൻ കണ്ടുകൊണ്ടാണ്. പക്ഷേ ആ ഓരോ 1000 രൂപ വാങ്ങുന്ന സ്ത്രീയും ഏകദേശം ഒരു 60,000 രൂപ സർക്കാരിലേക്ക് വിവിധ നികുതികൾ അടച്ചിരിക്കും. 1600 രൂപ പെൻഷൻ വാങ്ങുന്ന ഒരു പാവപ്പെട്ട വൃദ്ധനായ ഒരു തൊഴിലാളിയോ ഒരു കർഷകനോ, അദ്ദേഹം ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഏകദേശം ലക്ഷത്തിലധികം രൂപ സർക്കാരിലേക്ക് മരുന്നിൻ്റെ വിലയായിട്ടും നികുതിയായിട്ടും വിലക്കയറ്റത്തിലൂടെ അനുഭവിച്ചിട്ടുണ്ട്. ഒരു ആളിന്ന് ഇവിടെ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് കടം. 1 ലക്ഷം രൂപ പാക്കറ്റിൽ നിന്ന് എടുത്ത ശേഷം മറു പാക്കറ്റിൽ 1600 രൂപ വെച്ച് കൊടുത്തു. എന്നിട്ട് ഈ 1600 രൂപ ഉയർത്തിക്കാട്ടി. പിന്നെ മുന്നണിക്കകത്ത് കുറച്ച് എതിർപ്പുകളൊക്കെ CPI ഉയർത്തിക്കൊണ്ടുവരും. പക്ഷേ അപ്പോൾ വേറെ ഒരു ബ്ലാക്ക് മെയിൽ രാഷ്ട്രീയം. CPIയുടെ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ ദൗർബല്യം എടുത്ത് പിടിച്ചിട്ട് പറയും ഞങ്ങളിത് അന്വേഷിക്കും. അപ്പോൾ അവർ നിർത്തും. അങ്ങനെ പ്രതിപക്ഷം ചോദിക്കാൻ മന്ത്രിസഭയിൽ ആളില്ല, പാർട്ടിയിൽ ആളില്ല, MLA മാരിലില്ല, പാർട്ടി സംഘടനാ സംവിധാനത്തിൽ ആരുമില്ല. ജനത്തിന് ആർക്കും ഇങ്ങനെ എല്ലാവർക്കും TV മുമ്പിൽ ഒന്ന് പ്രതികരിക്കാൻ പറ്റും. അവസാനം കണ്ടത് ആ നിലവിളിയാണ് ആശാവർക്കർമാരുടെയും അതുപോലെ ഒരുപാട് ഇതുപോലെ അധ്വാനിക്കുന്ന ജനവിഭാഗങ്ങൾ കിടന്ന് കഷ്ടപ്പെട്ടത്. അപ്പോൾ പാർട്ടി ഈ നിലയിൽ എത്തിച്ചത് അതിന് ഏറ്റവും ഉത്തരവാദി ഈ പാർട്ടിയിലെ താഴേക്കുള്ള അടിമകളാണ്. പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരൻ്റെ ഏറ്റവും വലിയ ഒരു സംഘടനാ തത്വം എന്ന് പറയുന്നത് വിമർശനം, സ്വയം വിമർശനം. ഏത് നേതാവിനെയും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. EMSനെയൊക്കെ പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റികളിലൊക്കെ വലിയ തോതിൽ വിമർശിക്കുമായിരുന്നു. അവരുടെ ചികിത്സകൾ, അവരുടെ യാത്രകളെല്ലാം വിമർശന വിധേയമാക്കുന്നു. പക്ഷേ പിണറായി വിജയൻ ഉയർത്തിപ്പിടിച്ച ഏറ്റവും വലിയ ആരോഗ്യ സംവിധാനം കേരളം, അത് അമേരിക്കയിൽ ചികിത്സയ്ക്ക് പോയതല്ല. എന്തിനേറെ ഒരു കണ്ണ് കേരളത്തിൽ ഇത്രയും ഒരുപാട് കണ്ണാശുപത്രി ഉള്ളപ്പോൾ തമിഴ്നാട്ടിൽ പോയി എന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ ആളുകളെ കളിയാക്കിയല്ലേ. ഞാൻ മാത്രം ജീവിച്ചിരിക്കുക, നിങ്ങളെല്ലാം മരിച്ചോട്ടെ, എൻ്റെ മാത്രം ജീവൻ സുരക്ഷിതമാക്കണം. സ്വന്തം ഒരു പ്രാവശ്യം പോട്ടെ, 2 പ്രാവശ്യം പോട്ടെ, ഏറ്റവും കൂടുതലായി വിമർശനങ്ങളിൽ ഒരു ഭയപ്പെട്ടുകൊണ്ട് ഒരു കണ്ണിന് ചികിത്സ വന്നപ്പോഴെങ്കിലും കേരളത്തിൽ നടത്തണ്ടേ? കേരളത്തിൽ കണ്ണ് ചികിത്സിക്കാതെ ഈ ഇലക്ഷൻ കാലഘട്ടത്തിൽ. അപ്പോൾ പിണറായി വിജയൻ സംഘടനാപരമായി വിമർശിക്കപ്പെടേണ്ട ഒരുപാട് സന്ദർഭങ്ങളിൽ വിമർശിക്കപ്പെട്ടില്ല. ഇന്ത്യയിലാകെ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുമ്പോൾ നരേന്ദ്രമോദിക്കെതിരായി BJPക്കെതിരായി ഒക്കെ എന്ന് പറഞ്ഞ് ഇന്ത്യ മുന്നണി വലിയ തിളച്ചു മറിഞ്ഞ് നിൽക്കുമ്പോൾ അതിൻ്റെ ഏക മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ടൂറിലായിരുന്നു. ഇത് പാർട്ടിക്കാർക്ക് മനസ്സിലായി, പാർട്ടി അണികൾക്ക് മനസ്സിലായി. ഇപ്പം തന്നെ ഈ 5 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. മദ്രാസിൽ പോയിട്ട് പോലും അവിടെ ഒരു യോഗത്തിൽ പങ്കെടുത്തില്ലല്ലോ. ഒരൊറ്റ കാരണം അദ്ദേഹത്തിനോട് ഇപ്പോൾ ഒരു യോഗത്തിന് പോകാൻ പറയാനുള്ള ശേഷിയുള്ള ഒരു നേതാവ് ഈ പാർട്ടിയില്ല. നമുക്കറിയാം സീതാറാം യെച്ചൂരി പാർട്ടിയുടെ സംസ്ഥാന ദേശീയ ചുമതലയുണ്ടായിരുന്ന സമയത്ത് ഒരു ദേശീയ നേതാവ് എന്ന് പറഞ്ഞ് ഇവിടെ പ്രകടനത്തിന് വരാൻ ഒരാളുണ്ടായിരുന്നു. പക്ഷേ MA ബേബി ആയതിനു ശേഷം MA ബേബി എവിടെയും ഇല്ല. ഈ ചിത്രങ്ങളിലൊന്നും MA ബേബിയെ കാണാനില്ല എന്നുള്ളതാണ്. കാരണം MA ബേബിക്ക് പറയാൻ സ്വതന്ത്രമായി സംസാരിക്കാനുള്ള അവകാശം പോലും നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം സാധാരണക്കാർക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതൊരു ശരിയാണ്. പ്രകാശ് കാരാട്ടും
പിന്നെ സീതാറാം യെച്ചൂരിയൊക്കെ ബുദ്ധിജീവികളായിരുന്നെങ്കിലും തൊഴിലാളി വർഗത്തിൽ നിന്ന് വന്നവരല്ല എങ്കിൽ പോലും അവർ താത്വികമായ അറിവുള്ളവരും CPM-നെ ഒരു നേതൃശേഷി പ്രകടിപ്പിച്ചവരുമാണ്. ഒരു പാർട്ടി ഘടകത്തെ, ഒരു സംസ്ഥാന ഘടകത്തെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു പോളിറ്റ് ബ്യൂറോയും അതിൻ്റെ നേതാക്കളുമായിരുന്നു. അവരും അവസാന കാലഘട്ടത്തിൽ ഈ പിണറായി വിജയൻ്റെ കാലഘട്ടം വന്നപ്പോൾ അവർക്ക് ഫണ്ടില്ല. കേരളത്തിൽ നിന്ന് വേണം പാർട്ടിക്ക് ഫണ്ട് വേണം. അപ്പോൾ പിണറായി വിജയനെ പിണക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് അവരും എത്തിച്ചേർന്നു. യെച്ചൂരി മരിച്ചു. ഇപ്പോൾ ബേബി വന്നു. ബേബി വന്നപ്പോൾ പിണറായി വിജയൻ അറിയാം ബേബി ഒരു ബേബിയാണ്. ബേബിക്ക് ഏതുവരെ പോകാൻ പറ്റും? ബേബിയും പിണറായി വിജയൻ്റെ ഔദാര്യം കൊണ്ട് പാർട്ടി സെക്രട്ടറി ആയത്. അപ്പം ബേബിക്കറിയാം പിണറായി വിജയനെ എതിർത്താലുണ്ടാകുന്ന അനുഭവം. അതുകൊണ്ട് ബേബി ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്ന് ഒരു പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എന്ന നിലയ്ക്ക് അതിൻ്റെ സങ്കല്പമുണ്ട്. സഖാവ് സുർജിത്ത്, അതുപോലെ സീതാറാം യെച്ചൂരി, ഇങ്ങനെ പിന്നെ സുന്ദരയ്യ, ഇങ്ങനെ കുറേ പാർട്ടി സെക്രട്ടറിമാരുണ്ട്. ആ സ്ഥാനത്താണ് MA ബേബി എത്തിയത്. പക്ഷേ MA ബേബി ശേഷം ഒരു പിണറായിയുടെ നമ്മൾ ഈ ആടാം പാടാം എന്ന് പാട്ട് പാടുന്ന ഒരു പിണറായിയുടെ സ്തുതി പ്രചരിപ്പിക്കുന്ന ആളായി. വിമർശനപരമായി കേരളത്തിലെ പാർട്ടിയുടെ പ്രവർത്തനത്തെ പരിശോധിക്കാനോ അത് നിയന്ത്രിക്കാനോ പാർട്ടി കമ്മിറ്റികളെ അതിനെ സജ്ജമാക്കാനോ ഒരു അഖിലേന്ത്യാ നേതൃത്വം ഇല്ലാതായി. അപ്പോൾ ആകെ ഇന്ത്യയിലെ പാർട്ടി എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ പാർട്ടി കേരളത്തിലെ പാർട്ടി ആയി ചുരുങ്ങി. കേരളത്തിലെ പാർട്ടി എന്ന് പറയുന്നത് പിണറായി ആയി ചുരുങ്ങി. പിണറായി എന്ന് പറയുന്നത് പാർട്ടി പിണറായിയുടെ കുടുംബമായി ചുരുങ്ങി, മരുമോനും അദ്ദേഹമായി. അപ്പോൾ പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ സോവിയറ്റ് യൂണിയനിലൊക്കെ 1990 തകർച്ച വന്നു. അതിനൊക്കെ ഒരു മാനങ്ങളുണ്ടായിരുന്നു. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വന്ന അപജയം, അതെല്ലാം വന്ന് ഇങ്ങനെ ഒരു വ്യക്തിയുടെ അപജയം കൊണ്ട്, ഒരു വ്യക്തിയുടെ ധാർഷ്ട്യം കൊണ്ട്, ഒരു വ്യക്തിയുടെ താല്പര്യങ്ങൾ കൊണ്ട് ഒരു പ്രസ്ഥാനം അസ്തമിക്കുന്നതിലൂടെ. അപ്പോൾ ഇനി ഈ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭാവിയില്ലേ എന്നൊക്കെ ചോദിക്കുന്നത്. ഇപ്പോൾ പുതിയ PR വർക്ക് തുടങ്ങിയിട്ടുണ്ട്. നമ്മളെ നികേഷ് കുമാറൊക്കെ പുതിയ കണക്കുമായിട്ട് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ നമ്മൾ ഒരുമിച്ച് തിരിച്ചു വരും, ഗൗരിയമ്മയെ അതിജീവിച്ചു, പിന്നെ MV രാഘവൻ അയാളെ സ്വന്തം അച്ഛനെ അതിജീവിച്ചു, അതുകൊണ്ട് ഞങ്ങളെ പാർട്ടി തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് പക്ഷെ പൊതുവെ നികേഷ് കുമാറിനെതിരെ പറയുന്നത് അച്ഛനോട് പാർട്ടി ചെയ്ത് ചതിക്ക് മകൻ പകരം ചോദിച്ചു എന്നുള്ളതാണ്. അല്ല, യഥാർത്ഥത്തിൽ അങ്ങനെ ആയിരിക്കും. അതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു വിശ്വാസത്തിലില്ല. പക്ഷെ എന്തായാലും ഇദ്ദേഹത്തിനെ ഇങ്ങനെ ഒരു മകനായി ജനിപ്പിക്കാനും അത് പിണറായി വിജയൻ്റെ സ്തുതിപാഠകനാകാനും അതുവഴി പിണറായി വിജയന് പകരം മറുപടി കൊടുക്കാനും ഒക്കെ ആയിരിക്കാം. പക്ഷെ ഒരു കാര്യമുള്ളത്, എന്ത് ക്രൂരത കാണിച്ചു. ഒരിക്കലും ആർക്കെങ്കിലും പോകാൻ പറ്റുമോ? അത് ലോകത്തൊരു മനുഷ്യനും സ്വന്തം അച്ഛനെ ഇത്രയും കൈകാര്യം ചെയ്ത ഒരു സംവിധാനത്തിൻ്റെ കൂടെ എന്ത് സ്ഥാനം കിട്ടിയാലും പോകും? ആരും പോകില്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് എത്ര വലിയ ഉയർന്ന കമ്മ്യൂണിസ്റ്റ് ബോധമാണെങ്കിൽ പോലും ഈ നിലയ്ക്ക് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നികേഷ് കുമാർ ചെന്നപ്പെടുന്നത് ശരിയല്ലായിരുന്നു. അപ്പോൾ ഇനി ഭാവി ഉണ്ടാവും. ഇനി ഇപ്പോൾ സമരം തുടങ്ങിയല്ലോ. UDF ആയിരുന്നു മന്ത്രിസഭ രൂപീകരിച്ചില്ല. ഇപ്പോൾ പാലക്കാട്ട് UDF ജാഥയ്ക്കെതിരെ ആക്രമണം. ഇത് എന്തെന്നറിയോ, ഈ അണികളെ നിർത്തണമെങ്കിൽ ഈ അക്രമ സമരങ്ങളും ഇത് നടത്തുന്നത്. കാരണം ഇത് നമ്മൾ ഈ മാംസം കൊടുത്ത് വളർത്തിയ അൽസേഷൻ നായ്ക്കളെ മാംസം കൊടുത്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ്. അവർക്ക് വെജിറ്റേറിയൻ ഫുഡ് കൊടുത്താൽ പ്രശ്നമാണ്. അതുപോലെ ഈ കമ്മ്യൂണിസ്റ്റ് അണികൾ ഉണ്ടാക്കി വച്ചിരിക്കുന്നത് കല്ലെറിയാനും രക്ഷാപ്രവർത്തനത്തിനും പോവാനും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളെ ഇയാളെ സിദ്ദിഖിനെ വയനാട്ടിൽ വീട് കൊടുക്കുന്ന പരിപാടിയിൽ കുറേ ആളുകളെ കൊണ്ടിരുത്തി കൂവിച്ചില്ലേ? അപ്പം നമ്മൾ വിചാരിച്ച് ജനങ്ങളെതിരാണെന്ന് ഞാനും ധരിച്ചു. ഇപ്പം 45,000 വോട്ടിന് അയാൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ജനം എതിരായിരുന്നു. ജനം ആർക്കെതിരായിരുന്നു? ജനം ഈ അവിടുത്തെ ഈ കോപ്രായം കാണിക്കുന്ന അണികളെ കണ്ടുകൊണ്ട് പിണറായി വിജയൻ ധരിച്ചു വയനാട് ഇപ്പോൾ CPM-ൻ്റെ കൂടെ ഇല്ല. ജനം അതിനെതിരായിരുന്നു. അതിന് കൊടുത്ത മറുപടിയാണ് സിദ്ദിഖിന് 45,000 വോട്ട്. അപ്പോൾ ഇപ്പോൾ അവർക്ക് ഇലക്ട്രോണിക് മെഷീൻ കേടെന്ന് പറയാൻ പറ്റുന്നുണ്ടോ? അല്ല, വോട്ടിംഗ് മെഷീൻ്റെ കേടാണെന്ന് ഇപ്പോൾ പറയാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ യഥാർത്ഥത്തിൽ ജനങ്ങൾ അവരെ തിരസ്കരിച്ചു. ജനങ്ങൾക്ക് സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകനും കമ്മ്യൂണിസ്റ്റ് വോട്ടർക്കും സഹിക്കാവുന്നതിൻ്റെ ഒരു പരിധിക്കപ്പുറമായിരുന്നു. മറവ് ചോയ്സ് ഇല്ലാത്തതുകൊണ്ട് ചിലർക്ക് BJP ആകാൻ മടി, ചിലർക്ക് UDF ആകാൻ മടി, അങ്ങനെ 2-3 തട്ടായിട്ട് നിർത്തിയിരിക്കുകയാണ്. പക്ഷെ അവരുടെ ഇടയിൽ
BJP വോട്ട് ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല, കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുന്ന ഒരു മടിയുമില്ല എന്ന് കമ്മ്യൂണിസ്റ്റുകാർ തെളിയിച്ചിരിക്കുകയാണ്. ഇപ്പം പയ്യന്നൂരും തളിപ്പറമ്പിലും ആലപ്പുഴയിലൊക്കെ വോട്ട് ചെയ്ത് ആരാ? എല്ലാ മണ്ഡലങ്ങളിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു 30% അണികളെങ്കിലും കൈപ്പത്തിക്കും താമരയ്ക്ക് വോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അന്ധമായി പ്രചരിപ്പിച്ച BJP വിരോധം, അങ്ങനെ BJP എന്ന് പറയുന്ന ഒരു ഓലപ്പാമ്പിനെ കാണിച്ചല്ലേ ഈ CPM അണികളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പം CPM അണികൾക്കും ബോധ്യമായി BJP വന്നാലും കുഴപ്പമില്ല, UDF വന്നാലും കുഴപ്പമില്ല, ഈ പിണറായി ഭരണത്തിന് അറുതി വരണം. അപ്പം അതാണ് ഇന്ന് കേരളത്തിൽ സംഭവിച്ചത്. ഞാൻ ചോദിക്കട്ടെ, പിണറായി വിജയന്റെ ഭാവി എന്താണെന്നുള്ളതാണ്. കാരണം പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ ഇരിക്കുമെന്നത് അത്രത്തോളം എനിക്ക് തോന്നുന്നില്ല അദ്ദേഹത്തിന് അതിനോട് പൊരുത്തപ്പെടാൻ സാധിക്കുമെന്നുള്ളത്. കാരണം 10 വർഷം രാജകീയമായ ജീവിതം നയിച്ച ഒരാളാണല്ലോ. അതല്ല, പിണറായി വിജയന്റെ ഭാവി എന്ന് പറഞ്ഞാൽ CPM-നകത്ത് പിണറായി വിജയൻ ഇനിയും കുറച്ചു കാലം കൂടെ ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായി തന്നെ തുടരും. കാരണം പോളിറ്റ് ബ്യൂറോ മെമ്പർ, 2 പ്രതിപക്ഷ നേതാവാണെങ്കിൽ ആയിക്കൂടാന്നില്ല. മറിച്ച് പിണറായി വിജയന് മക്കളൊക്കെ അവരുടെ ഫാമിലി സംബന്ധിച്ച് സംതൃപ്തമായി, സ്വന്തം കുടുംബത്തിൻ്റെ ആളായി എന്നെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് റിയാസുണ്ട്. അപ്പോൾ ഇന്നിരിക്കുന്ന പാർട്ടി സംവിധാനം മുഴുവൻ പിണറായി ഉണ്ടാക്കിയെടുത്തതാണ്. ഇനി അതിനകത്ത് പിണറായിക്കെതിരായി ഒരു സമരനിര അല്ലെങ്കിൽ ഒരു ആശയപരമായി പ്രതിരോധിക്കാനുള്ള ഒരു വിഭാഗം ഉണ്ടായി വരണം. അത് അണികളിലൊക്കെ ഉണ്ടായി തുടങ്ങി, പക്ഷെ നേതൃഘടകങ്ങളിൽ അതുണ്ടാവണം. അത് ഉണ്ടായാൽ പിണറായി വിജയൻ്റെ ഭാവി ചരിത്ര ചവിറ്റുകുട്ടയിലായിരിക്കും. അല്ലാത്തടത്തോളം കാലം വീണ്ടും സംഘടനാ ശക്തി ഉപയോഗിച്ചുകൊണ്ട് പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തിന് പോകാൻ പറ്റും. പക്ഷേ എത്രത്തോളം പൊതുസമൂഹം അദ്ദേഹത്തെ നോക്കിക്കാണുന്നത് വളരെ ഒരു കേരളത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്രയും വലിയ പ്രഹരം വാങ്ങിച്ചു കൊടുത്ത ഒരു ഭരണാധികാരിയായിട്ടായിരിക്കും. രണ്ടാമത് പാർട്ടിയിലെ ഒരു ഏകാധിപതിയായിട്ടായിരിക്കും. ആ ഏകാധിപതിയിൽ നിന്നൊരു ഒരു മനുഷ്യസ്നേഹമുള്ള ഒരു മുഖമായിട്ട് പിണറായി വിജയനെ കാണാൻ പാർട്ടി അണികൾക്ക് ഇനി കഴിയില്ല. പിന്നെ സ്വാഭാവികമായി വരും UDF ഭരണത്തിൻ്റെ ഇതിൽ. ഇപ്പോൾ UDF ഭരണം വന്നല്ലോ, ഇനിയിപ്പോൾ ഈ സ്റ്റണ്ട് സിനിമകളൊന്നും ആൾ കാണേണ്ടി വരില്ല. ഈ രജനീകാന്തിൻ്റെ സിനിമയും വിജയുടെ സിനിമയൊന്നും ഇനി കാണാൻ ആൾക്ക് പോകണ്ട. ഇവരെ സ്റ്റണ്ട് തന്നെ തുടങ്ങി. ഇപ്പോൾ മുഖ്യമന്ത്രിയാകാനുള്ള സ്റ്റണ്ട്, മന്ത്രിയാകാനുള്ള സ്റ്റണ്ട്, കോർപ്പറേഷൻ ബോർഡ് ചെയർമാനുള്ള സ്റ്റണ്ട്, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഇത് അപ്പോൾ കേരളത്തിലെ പ്രതിപക്ഷത്തിന് പ്രസക്തി ഉണ്ടാകും. അങ്ങനെ ഇവരെ തകർച്ച കൊണ്ട് രക്ഷപ്പെടാമെന്നാണ് CPM-ൻ്റെ ആളുകൾ ഇപ്പോഴും പ്രതീക്ഷിക്കും. ഞാൻ ഇവിടെ തോറ്റിട്ടും ഒരു മര്യാദയുടെ പ്രതികരിക്കാൻ ഞങ്ങൾക്കൊരു പെശവ് പറ്റി, ഞങ്ങളെ പാർട്ടി സംവിധാനത്തിന് പെശവ് പറ്റി, ഞങ്ങൾ തിരുത്തുമെന്ന് പറയുന്നവരല്ല, വളരെ അപൂർവം നേതാക്കളാണ്. ഞാനിപ്പോൾ നികേഷിനെയൊക്കെ ഇറക്കി ന്യായങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. തോറ്റ ജനങ്ങൾ വോട്ട് ചെയ്യാത്തുണ്ടെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ അവർ കഴിയുന്നില്ല. ഇപ്പോൾ BJP കോൺഗ്രസ് ഡീല് 3 BJP ജയിച്ചത് കോൺഗ്രസ്. ഒരു മത്സരം നടന്ന ഒരാൾ 3-ാം സ്ഥാനത്ത് പോയല്ലേ പറ്റൂ. അപ്പോൾ സ്വാഭാവികമായി നേരിട്ട് മത്സരം വരുന്നത് LDF UDF-ആയിട്ട് UDF 3-ാം സ്ഥാനത്ത്. അതിനെ ഒരു കണക്ക് UDF-ഉം BJP-യുമായി ലീഡാണ്. ഒരിടത്തുമില്ല. CPM തകർന്ന CPM വന്നാൽ പോലും കോൺഗ്രസ് വരരുതെന്ന് ശക്തിയായി ആഗ്രഹിച്ചൊരു പാർട്ടിയാണ് BJP. കാരണം BJP ഒരിക്കലും ഇവിടുത്തെ UDF-ഉമായിട്ട് ഐക്യത്തിന് പോകില്ല. BJP വളരെ നന്നായൊരു പ്രവർത്തനം കേരളത്തിൽ സംഘടിപ്പിച്ചു. പക്ഷെ നമുക്ക് വിജയത്തിലേക്ക് കൂടുതലെത്തിയില്ലെങ്കിലും 3 സീറ്റിലേക്ക് എത്തിയില്ലേ? തീർച്ചയായിട്ടും 3 സീറ്റ് ഒന്നുമില്ലാത്തടത്ത് 3 സീറ്റ് എത്തി എന്ന് മാത്രമല്ല 10-22 മണ്ഡലങ്ങളിൽ 4,00,000-ലധികം വോട്ടിലേക്ക് എത്തി. BJP-ക്ക് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ വലിയ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് BJP ഇനി എന്തൊക്കെ ചെയ്താലും BJP-യെ കേരളത്തിൽ മാറ്റി നിർത്താൻ കഴിയില്ല. ഒരു നിർണായക ശക്തിയായി മാറി. 2, മോദിയെ തകർക്കാൻ പുറപ്പെട്ടവരെ അവസ്ഥ എന്തായി? 3 ഏകാധിപതികൾ, ഒരു ബംഗാൾ പാഞ്ചാലി എന്ന് പറയുന്ന മമതാ ബാനർജി മുടി അഴിച്ചിട്ടല്ലേ ആടിയത്. എന്തായിരുന്നു മമതയുടെ? ജനം തോൽപ്പിച്ചു. സ്റ്റാലിൻ, മോദിയെ അവസാനിപ്പിക്കാൻ സ്റ്റാലിൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുമെന്ന് ഇന്ത്യ മുന്നണി പ്രതീക്ഷിച്ചതാണ്. സ്റ്റാലിൻ്റെ പതനം ഉറപ്പായി. പിണറായിയുടെ പതനം. ഇനി ആര് മോദിക്കെതിരെ? നിശ്ചലമായി.
ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ് തകർന്ന് തരിപ്പണമായി. അവരെ ദക്ഷിണേന്ത്യയിൽ അവരുടെ കോട്ടകളെന്ന് പറയുന്നതാണ് തമിഴ്നാട് തകർന്നു. ഈ DMK പോയി. ഇനി ഇപ്പൊ ഇവർക്കൊക്കെ പലർക്കും സ്റ്റാലിൻ വരെ തോറ്റു എന്നുള്ളതാണ്. ജയിലാണ്. ഇനി അടുത്ത് ഇവരെ കാത്തിരിക്കുന്ന പലരും ജയിലാണ്. എന്ന് പറഞ്ഞാൽ മോദിയെ അവസാനിപ്പിക്കാൻ ഇറങ്ങിയവർക്കെല്ലാം ഇന്ത്യൻ ജനത മാപ്പ് കൊടുക്കില്ല എന്നർത്ഥം. അത്രയധികം രാജ്യത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് ഈ രാജ്യത്തിൻ്റെ യശസ് ലോകം മുഴുവൻ ഉയർത്തിയ ആ ദൈവതുല്യനായ മനുഷ്യനെ വളരെ മോശമായി ആക്രമിച്ച് മോദി വിരോധം കുത്തിവെച്ച് ഈ രാജ്യത്ത് നിലനിൽക്കാമെന്ന് ആഗ്രഹിച്ച ഈ ഏകാധിപതികൾക്കെല്ലാം വലിയ ദയനീയ പതനമാണ് കണ്ടത് കേരളം. ഇന്ത്യയിൽ ചെറിയ തെരഞ്ഞെടുപ്പല്ല. ആസാം കോൺഗ്രസ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചതാണ്. വൻ ഭൂരിപക്ഷം. ബംഗാളിൽ ഇങ്ങനെ BJP പോലും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഭൂരിപക്ഷം. തമിഴ്നാട്ടിൽ അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ തമിഴ്നാട്ടിലും BJP ഉയർന്നു. പുതുശ്ശേരി ജയിച്ചു. കേരളത്തിൽ 3 സീറ്റ് ലഭിച്ചു എന്ന് മാത്രമല്ല വലിയ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അങ്ങനെ വലിയ മാറ്റം. ഇനി ഭാരതം ആരും ചോദ്യം ചെയ്യാത്ത രീതിയിൽ BJPയുടെ കൈകളിലേക്ക് അമരുകയാണ്. ഇനി അവരെ ഇനി പണ്ടേ ദുർബല അതിലും ഗർഭിണി എന്ന് പറഞ്ഞതുപോലെ ഒരു കാലത്ത് ശക്തി ഉണ്ടായിരുന്ന മമതാ ബാനർജി ഇല്ല, സ്റ്റാലിൻ ഇല്ല, പിണറായി വിജയൻ ഇല്ല. ഇനി ആരാണ് മോദി എതിർക്കുന്നത്? മോദി എന്ന് പറഞ്ഞാൽ അഹങ്കാരം ആകണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ മോദി ഇതിന്നെല്ലാം പാഠം പഠിച്ചുകൊണ്ട് ഓരോ എന്താ പറഞ്ഞാലും മഹാബലി ഓരോ ചുവട് വെച്ച് കീഴടക്കി എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ സംസ്ഥാനവുമായി മോദി കാഴ്ചയാണ്. അപ്പോൾ ഒരു വലിയ ഭാവി BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയുടെ കുറവുകളും കാര്യങ്ങളൊക്കെ അത് നമ്മൾ പരിശോധിക്കും. പക്ഷേ ഒരു വലിയ ഭാവി ഈ ഭാരതത്തിൽ BJP പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഭാരതം മാറട്ടെ എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ മാറുന്നത് പോലെ തന്നെ. ഭാരതം മാറട്ടെ അല്ല, ഭാരതം ഉയരട്ടെ. ഭാരതം ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൊടുമുടിയിലാണ്. കാരണം ഭാരതത്തിൻ്റെ സ്ഥാനം എത്തിയാണ്. അതിൻ്റെ പുരോഗതി അതൊക്കെ വേറെ വിഷയമാണ്. പക്ഷെ ഭാരതത്തിൻ്റെ ഉണ്ടായ വളർച്ച, ഭാരതത്തിൻ്റെ ശക്തി, ഭാരതത്തിൻ്റെ ജനങ്ങളുടെ നമ്മുടെ സമ്പത്ത്, വലിയ യുവജന സമ്പത്തുള്ള രാജ്യം, വലിയ എൻജിനീയറിംഗ് വൈദഗ്ധ്യം, അതുപോലെ തന്നെ എല്ലാ മേഖലകളിലും ഭാരതം നമ്മൾ ഉയരുകയാണ്. അപ്പോൾ ഈ ഉയർച്ച കാണാൻ ഇവർ കണ്ണില്ല. പക്ഷെ ജനങ്ങൾക്ക് കണ്ണുണ്ടായി. ജനങ്ങളിപ്പോൾ നേരിട്ട് ഇവിടെ BJP എടുത്തില്ലെങ്കിലും മോദിക്കെതിരായി നിൽക്കുന്ന ആളുകളെ മുഴുവൻ ജനങ്ങൾ പാഠം പഠിപ്പിക്കുകയാണ്. മോദിയെ നിങ്ങൾ എതിർത്തുകൊണ്ട് നിങ്ങൾക്ക് ഇനി ഭാവിയില്ല. മോദിയെയും NDA ഗവൺമെൻറ്റിനെയും നിങ്ങൾ എതിർത്തുകൊണ്ട് ഭാരതത്തിൽ നിങ്ങൾക്ക് നിലനിൽപ്പില്ല എന്ന് അസംഖ്യതമായി ഈ ഉപതെരഞ്ഞെടുപ്പുകൾ തെളിയിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ സന്തോഷത്തെ തന്നെ പറയുന്നു. കേരളത്തിലെ ഓരോ BJPക്കാർക്കും അഭിമാനിക്കാം. ഭാരതത്തിലെ ഓരോ BJPക്കാർക്കും അഭിമാനിക്കാം. ഈ ഭാരതം എന്ന് പറയുന്ന ഭാരതത്തിൻ്റെ ധാർമ്മിക ശക്തി, ഭാരതത്തിൻ്റെ സനാതന ധർമ്മത്തിൻ്റെ ശക്തി, ഭാരതത്തിലെ ത്യാഗസമ്പന്നരായ ഭാരതീയ ജനതാ പാർട്ടിയുടെയും RSSൻ്റെയും നേതാക്കളുടെ അവരുടെ ശക്തി എല്ലാം ഭാരതത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും CPMന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1990 ലോകത്ത് തകർന്നു. ബംഗാളിൽ പോയി, തെരുവിലയിൽ പോയി. ഇനി കേരളത്തിൽ പഴയ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി മാറാൻ വളരെ സാധ്യത കുറവാണ്. കാരണം ഇനി അവർ എന്തെല്ലാം പറഞ്ഞാലും, ഇനി അവർ ചെയ്ത പാവങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് ഈ ജനതയെ തിരിച്ചുകൊണ്ട് അത് അവർ വിട്ടുപോയി കഴിഞ്ഞു. അവർ വിട്ടുപോയി കഴിഞ്ഞു. ഇനി അവർ ചിലപ്പോൾ കോൺഗ്രസിനെതിരായ കുറച്ച് ബഹളങ്ങളൊക്കെ നടത്താം, സമരം നടത്താം. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ ഇടയിൽ അവർ പറഞ്ഞ വലിയ ഉണ്ടാകില്ല എന്ന് ഞാൻ പറയുന്നില്ല. അഥവാ വരേണ്ടി വന്നു വളരെ വളരെ വലിയ പാടുപെടേണ്ടി വരും, വലിയ വില കൊടുക്കേണ്ടി വരും, ഒരുപാട് സമാധാനം പറയേണ്ടി വരും, തൊഴിലാളി വർഗത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് കഴിയാതെ വരും. അപ്പോൾ അങ്ങനെ വലിയ ഒരു തകർച്ചയിലേക്കാണ് ആ പാർട്ടി ചെന്നുപെട്ടിരിക്കുന്നത്. പഴയ കമ്മ്യൂണിസ്റ്റുകാരുടെ നിലയ്ക്ക് അങ്ങനെ ഒരു പാർട്ടി അങ്ങനെ പോകരുതെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. പക്ഷേ എന്തെന്ന് ഞാൻ വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ള ആൾ വിചാരിച്ചതുകൊണ്ടോ ആ പാർട്ടിയെ രക്ഷിക്കാൻ കഴിയില്ല. നമസ്കാരം. നമസ്കാരം.